ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ വീടിൻ്റെ മുറ്റത്ത് ഒരു കുളം നല്ലൊരു പോണ്ട്. ജസ്റ്റ് നിങ്ങൾ വിചാരിക്കുന്ന പോലെ സിമൻറ്റ് ഇട്ടോ അല്ലാതെ നമ്മൾ ഈ കുഴി ഒഴിച്ചിട്ടോ ഒന്നുമല്ല. നമ്മുടെ ഈ ഒരു സ്പേസില്ലേ, ഈ ഒരു സ്പേസിൽ നമ്മൾ ഇവിടെ ഒരു ഒരു കുളം കണക്ക് സെറ്റ് ചെയ്യാൻ പോയിട്ടുണ്ട്. കാരണം കുറച്ച് ആമ്പലും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. എല്ലാവരും വീട്ടിൽ നിന്ന് പൊക്കിയതാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് ഇവിടെ വച്ചിട്ടുണ്ട്. അപ്പോൾ വെറുതെ വീട്ടിൽ ഇരുന്നപ്പോൾ ഒരു ഐഡിയ തോന്നി, എന്തായാലും ഒരു ജസ്റ്റ് ഒന്ന് ഈ ഒരു സ്പേസ് ഒന്ന് മാക്സിമം യൂസ് ചെയ്തിട്ട് ഇവിടെ ജസ്റ്റ് ഒരു പോണ്ട് പോലെ സെറ്റ് ചെയ്ത് നോക്കാം. എന്തായാലും ജസ്റ്റ് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇവിടെയാണ് നമ്മൾ ആ ഒരു പോണ്ട് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഇവിടെ കുറച്ച് കച്ചവടം കിടക്കുകയാണ്. കാരണം കുറേ ഐറ്റംസും ബോക്സും കാര്യങ്ങളൊക്കെ കിടക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അടുക്കി പറക്കണം. ഇവിടെ ആ ഒരു ജോലിയുണ്ട്. അപ്പോൾ നമുക്ക് അതിലേക്ക് കിടക്കാം. ഈ സ്പേസിലുള്ള കുറേ കച്ചറകളൊക്കെ നമ്മൾ ഇങ്ങോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ നമ്മുടെ പോണ്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി വെച്ച സ്ഥലം എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ക്ലീൻ ചെയ്തു. അപ്പോൾ ഈ ഒരു കട്ടയെന്ന് പറയുന്നത് ഞാൻ നേരത്തെ കൊണ്ടിട്ടതാണ്. ഒരു 9 ഇഞ്ചിൻ്റെ കട്ടയാണ്. നമ്മൾ വീടൊക്കെ വയ്ക്കാൻ പറ്റുന്നൊരു കട്ടയാണത്. അപ്പോൾ ഇവിടെ കുറച്ച് ബാലൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ എത്ര പീസ് ഉണ്ട്, ഒരു ആൾമോസ്റ്റ് 10 പീസുകളുണ്ട്. അപ്പോൾ അത് അഡ്ജസ്റ്റ് ചെയ്ത് ഇവിടെ നമുക്കത് നിരത്തിയിട്ട് ഇതിൻ്റെ അളവെടുത്തിട്ട് വേണം നമുക്ക് എന്താ പറയുക ഒരു GSM കൂടിയ ഒരു ടാർപ്പ് മേടിക്കാൻ വേണ്ടി. അത് മേടിച്ചിട്ടിട്ട് അതിൻ്റെ മുകളിൽ ഇത് സെറ്റ് ചെയ്യാൻ വേണ്ടിയാണ് പ്ലാന്. അപ്പോൾ എന്തായാലും നമുക്ക് കട്ട പറിക്കൊണ്ട് വരാം. ഹലോ ഗൈസ്, അപ്പോൾ എന്തായാലും കുറച്ച് കട്ടയൊക്കെ അടക്കി വെച്ച് എന്തായാലും സെറ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇനി കുറച്ച് ഒരു കട്ടയുടെ കുറവുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ പെരയിടത്തിൽ നമ്മുടെ ഈ പറമ്പിൽ എവിടെയും ഉണ്ടോ നമുക്ക് നോക്കണം. അപ്പോൾ എന്തായാലും ജസ്റ്റ് പോയി നോക്കാം. അപ്പോൾ അതിനു വേണ്ടിയുള്ള സെർച്ചിങ്ങിലാണ്. തളർന്നുപോയി. ഇവിടെ കുറച്ച് കല്ല് കിടപ്പുണ്ട്. പക്ഷേ ഇത് പാറക്കല്ലാണ്, നമുക്ക് എടുക്കാൻ പറ്റത്തില്ല. കൈയൊക്കെ ഉണ്ടല്ലേ, കൈയൊക്കെ ഫുള്ള് ഇതായി. നോക്ക്, കുറച്ച് പാറക്കല്ലുണ്ട്. പിന്നെ ഇവിടെ ഇവിടെ നിന്നൊരു കല്ലും കാണുന്നില്ല. നമുക്ക് എന്നാലും കുറച്ച് മുന്നോട്ട് പോയി നോക്കാം. ഇവിടെ അന്ന് പണ്ടൊരു കല്ല് കിടക്കുന്നതിൻ്റെ ഓർമ്മയുണ്ടായിരുന്നു. ഇവിടെ കിട്ടി അത് കല്ല്. ഈ കല്ല് നമുക്ക് അങ്ങോട്ടോട്ട്. അപ്പോൾ ഇതാണ് ഗൈസ് നമ്മുടെ ഈ കട്ടയൊക്കെ അടുക്കി വെച്ച് ഏകദേശം ഒരു ടാങ്കിൻ്റെ രൂപത്തിലാക്കിയിട്ടുണ്ട്. ഈ ഒരു ഭാഗത്ത് ഓൾറെഡി ഭിത്തിയുടെ സപ്പോർട്ടിലൂടെ നമുക്ക് കട്ട ആവശ്യമായിട്ട് വന്നില്ല. ഈ ഒരു ഭാഗം മാത്രമേ ഉള്ളായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് കട്ടകൾ ഇവിടെ കിടപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നുള്ളി പറക്കി കൊണ്ടുവന്ന് ഇട്ട് സെറ്റാക്കി. ഇനി ഇതിൻ്റെ അളവെടുത്തിട്ട് ഇതിൻ്റെ മുകളിലൊരു ടാർപ്പ സെറ്റ് ചെയ്തിട്ട് ഒരു ചെറിയൊരു ഗാർഡൻ ആക്കിയിട്ട് നമുക്ക് ആക്കണം. അപ്പോൾ ഈ ടാർപ്പ മേടിച്ചിട്ട് നമുക്ക് വരാം. അപ്പോൾ ഞാൻ പോയി ടാർപ്പ് മേടിച്ചു. 200 GSMൻ്റെ താഴെ പോയി 200 GSMൻ്റെ ടാർപ്പാണ് മേടിച്ചത്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്കത് വയ്ക്കാം. എങ്ങനെയാണെന്ന് സെറ്റപ്പ് നോക്കിയിട്ട് ഞാൻ ഇപ്പോൾ മേടിച്ച് വന്നേ ഉള്ളൂ. ഇനി നമുക്ക് ഇതിലോട്ടത് സെറ്റ് ചെയ്യാം. ഇതിനകത്ത് ചാക്കിട്ട് ഇനി അതിൻ്റെ മുകളിൽ നമുക്ക് ടാർപ്പ് ഇടാം. എന്നിട്ട് നമുക്ക് അടുത്ത 1 by 1 ആയിട്ടൊരു സ്റ്റെപ്പ് ക്ലിയർ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഈ പോണ്ടിൽ ടാർപ്പ പിടിച്ചിട്ട് നടക്കുന്നില്ല, ഒറ്റയ്ക്ക് ഉള്ളതുകൊണ്ട്. പിന്നെ എന്തായാലും വെള്ളം ഒഴിച്ചിട്ട് ലെവലാക്കാൻ വിചാരിച്ചു. അങ്ങനെ ഫസ്റ്റ് ടാർപ്പൊക്കെ ആക്കി വെള്ളം നിറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്കൊരു ഏകദേശം ഒരു ലെവൽ ഇട്ടിട്ടനുസരിച്ച് ടാർപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാം കൂടി ഇങ്ങനെ പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി എല്ലാ വർക്കും കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് കാണാൻ ഇങ്ങനെയാണ് ഗൈസ്. അങ്ങനെ ഒരു കഠിന പ്രയത്നത്തിനൊടുവിൽ നമ്മുടെ പോണ്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ കാണിച്ചു തരാം. ഈ കാണുന്ന നമ്മളെ പോണ്ട് ഞാൻ ഒരു ഇൻ്റർലോക്കും മറ്റു കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ചുറ്റും സെറ്റാക്കി. കാരണം ഈ ടാർപ്പിൽ വെള്ളം പിടിച്ചിട്ടപ്പോൾ ലെവലിട്ടുള്ളൂ. ആ ലെവലനുസരിച്ച് ഇൻ്റർലോക്കൊക്കെ സെറ്റ് ചെയ്ത് ഇവിടെ നിന്ന് ചെടിച്ചട്ടിയും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ച് ഇപ്പോൾ കാണാൻ ഒരു രസമുണ്ട്. ഇതാണ് ഞാൻ സെറ്റ് ചെയ്ത പോണ്ട്. ഞാൻ ഒറ്റയ്ക്ക് സെറ്റ് ചെയ്ത പോണ്ടാണിത്. ഇത് ഞാൻ നേരത്തെ പറയണൊക്കെ തന്നെ ഇൻ്റർലോക്കും മറ്റു കാര്യങ്ങളൊക്കെ സൈഡിലേക്ക് വെച്ച് അതിനെ മുകളിൽ ഈ ചെടിച്ചട്ടിയൊക്കെ വെച്ച് ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഒരു രസമുണ്ട്. ഇതിനകത്ത് മീനൊന്നുമില്ല, ജസ്റ്റ് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഓസിട്ടിരിക്കുകയാണ്. വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെള്ളം നിറച്ചിട്ട് 2 ദിവസമെങ്കിലും ഇതിനകത്ത് ഇട്ടതിന് ശേഷം നമുക്ക് നോക്കാം വെള്ളത്തിൻ്റെ ലീക്കുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷം നമുക്ക് മീനിടാവുന്നതാണ്.
നമ്മുടെ പോണ്ട് സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ അതിനകത്ത് മീനും കാര്യങ്ങളൊക്കെ ഇട്ട് എന്തായാലും സെറ്റാക്കണം. കുറച്ച് സമയം എടുത്തതിന് ശേഷം എന്തായാലും മീനെയൊക്കെ മേടിച്ചിടണം, ഇട്ടിട്ട് സെറ്റാക്കി എടുക്കണം. നല്ല ശുദ്ധമായ വെള്ളം നിറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും മീനെ മേടിച്ചിടണം 2 ദിവസം കഴിഞ്ഞിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് ഇന്നത്തെ വ്ലോഗ്. ഇനി ബാക്കി അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ മീനൊക്കെ മേടിച്ചിട്ട് എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്ന് നോക്കാൻ. കാരണം 2 ദിവസം വെള്ളം പിടിച്ച് നോക്കിയിട്ട് വെള്ളം ലീക്ക് ഉണ്ടോ എന്നൊക്കെ അറിയണം. അതിനുശേഷം മീനിടാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ മീനൊക്കെ മേടിച്ചിട്ട് ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ബൈ.